ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 37 അധ്യായം 4 തിരുവചനം നമുക്കിന്ന് സ്വന്തമാക്കാം. കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആനന്ദങ്ങൾ പലപ്പോഴും ഭൗതികതയിൽ ഒടുങ്ങിപ്പോകുന്നു എന്നതാണ് ആഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം. യഥാർത്ഥമായ ആനന്ദം കർത്താവിലായിരിക്കട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും ആനന്ദവും രണ്ടും രണ്ടാണ്. ഈശോ കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് ആനന്ദത്തിൻ്റെ ജീവിതമാണ്. അതുകൊണ്ടാണ് തകർന്നടിഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന ഈശോയുടെ ആത്മാവ് സന്തോഷിച്ചു. അപ്പാ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ നൽകുന്നു, അറിവില്ലായ്മ കൊണ്ട് എന്നെ വേദനിപ്പിച്ചവരോട് നീ മാപ്പാക്കണമേ. എന്തൊരു സുന്ദരമായ വചനമാണ്! അങ്ങനെ ഒരു വചനം അവൻ്റെ നാവിൽ ഉരിയാടണമെങ്കിൽ അവൻ്റെ ആത്മാവ് എത്രമേൽ ആനന്ദിച്ചു കാണും. ശരീരം തകർന്ന് മരണത്തോടെ മല്ലടിക്കുന്ന ഈശോയ്ക്ക് സങ്കടങ്ങളില്ലായിരുന്നു, വേദനകളില്ലായിരുന്നു, ആത്മാവിൽ ആനന്ദമായിരുന്നു. ഇത് നമുക്കില്ല എന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു കൊച്ചു കാര്യം വന്നാൽ നമ്മൾ തകർന്നു പോവുക, ജീവിക്കാൻ കരുത്തില്ലാതെ പോവുകയാണ്. ഭൗതികതയുടെ സന്തോഷത്തിൽ നമ്മൾ ഒടുങ്ങിത്തീരുകയാണ്. കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവായിരിക്കട്ടെ അവസാനത്ത് നമ്മുടെ ആനന്ദത്തിൻ്റെ വിഷയം. എല്ലാ സങ്കടങ്ങൾക്കും ഒടുവിൽ എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യവും ധൈര്യപ്പെടുത്തട്ടെ. ഈ വചനം നമുക്കും കൂടെയുള്ളവർക്കും ശക്തിയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.